സെക്ഷൽ ഫീലിംഗ്സിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം മാസ്റ്റർബേഷൻ തന്നെയാണ്. അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും മാസ്റ്റർബേഷൻ മാത്രം ഒന്നുമല്ല ഈ ഫീലിംഗ്സിനെ അഡ്രസ് ചെയ്യാനും റിലീസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ. കൂടെ ഒരു പാർട്ണർ ഇല്ല, എങ്ങനെ അതിനെ റിലീസ് ചെയ്യണം എന്നുള്ള ഒരു പ്ലാൻ ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 വീക്കിൽ ഓരോ ദിവസവും ഏതൊക്കെ വിധത്തിൽ അതിനെ അഡ്രസ് ചെയ്തിട്ട് ഏതൊക്കെ വിധത്തിൽ ഡൈവേർട്ട് ചെയ്ത് റിലീസ് ചെയ്യാം എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഡേ 1 ഒബ്സർവേഷൻ ആണ്. നമുക്കുണ്ടാകുന്ന ഫീലിംഗ്സിനെ നമ്മൾ തന്നെ ഒബ്സർവ് ചെയ്യുക, എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ആ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഈ ഫീലിംഗ്സ് ഉണ്ടാകുമ്പോൾ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിലും പല ചേഞ്ചസ് ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതെല്ലാം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഡേ 2 കോൺഷ്യസ് മാസ്റ്റർബേഷൻ ആണ്. പെട്ടെന്ന് ചെയ്ത് തീർക്കുക എന്നുള്ളതല്ല ലക്ഷ്യം. നമ്മളുടെ ഫീലിംഗ്സിനെ കംപ്ലീറ്റ് ആയിട്ട് അഡ്രസ് ചെയ്യുകയും അതിനെ റിലീസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. ഡേ 3 ഫിസിക്കൽ ആക്ടിവിറ്റി ആണ്. ആ ഫീലിംഗ്സിനെ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം വേണമെങ്കിൽ ഡാൻസ് ചെയ്യാം. മറ്റാരും കാണാത്ത, ഡാൻസ് അറിഞ്ഞുകൂടാത്തവരാണെന്നുണ്ടെങ്കിലും ഡാൻസ് ചെയ്യാവുന്നതാണ്. ചിലർക്ക് ഇപ്പൊ എക്സർസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷെ ആ ഫീലിംഗ്സിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡേ 4 ഗൈഡഡ് ബോഡി ടച്ച് വിത്തൗട്ട് മാസ്റ്റർബേഷൻ ആൻഡ് ഓർഗാസം. ബോഡി ടച്ച് നമുക്ക് ചെയ്യാം, പക്ഷെ മാസ്റ്റർബേഷൻ ചെയ്യുന്നതോ നമ്മൾ ഓർഗാസത്തിലോട്ട് പോകുന്നതോ ഇല്ല. വളരെ സ്ലോയില് നമ്മളുടെ ബോഡിയിൽ ഫീലിംഗ്സ് ഉണ്ടാകുന്ന പാർട്ടിലെല്ലാം ടച്ച് ചെയ്ത് പോവുക. ഓരോ പാർട്ടിലും ഉണ്ടാകുന്ന ഫീലിംഗ്സിനെ കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുക. എത്രത്തോളം നേരം നമ്മൾ അതിനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ടോ അത്രത്തോളം നമുക്ക് ആ ഒരു ഇമോഷന്റെ പുറത്ത് കൺട്രോൾ കിട്ടും. കൺട്രോൾ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്രസ് ചെയ്യുക എന്നുള്ളതല്ല. ഡേ 5 ക്രിയേറ്റീവ് ട്രാൻസ്മ്യൂട്ടേഷൻ. നമ്മൾ ഈ സെക്ഷൽ ഫീലിംഗ്സിനെ, സെക്ഷൽ എനർജി ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പഠിക്കുവാണ്. അത് പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. നമ്മളുടേത് മാത്രമായിട്ടുള്ള ഒരു സ്പേസിൽ ഇരിക്കുക. എന്താണോ ഉണ്ടാകുന്ന ഫീലിംഗ്സ് അതിനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേപ്പറിലേക്ക് എഴുതാം. നിങ്ങൾക്ക് കഥ എഴുതുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇക്വലന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി വേണമെങ്കിൽ വേറെ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് എഴുതാം. കവിതയാണെന്നുണ്ടെങ്കിൽ എഴുതാം. പടം വരയ്ക്കുന്നവർ, ചിത്രം വരയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റാരും കാണാതെ സൂക്ഷിച്ചു വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കത്തിച്ചു കളയാം. എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അത് തന്നെ ചെയ്യുക. ഡേ 6 ഓപ്ഷണൽ ആണ്. കോൺഷ്യസ് മാസ്റ്റർബേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതായത് സെക്കൻഡ് ഡേ ചെയ്തില്ലേ ആ കാര്യത്തിന്റെ തന്നെ റിപ്പീറ്റ് ആണ്. ഡേ 7 ബ്രീത്തിങ് എക്സർസൈസ് ആണ്. ബ്രീത്ത് ഉള്ളിലേക്ക് എടുക്കുന്നു, വളരെ സ്ലോയിൽ പുറത്തേക്ക് വിടുന്നു. ഇക്കാര്യം റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു റിതം കിട്ടും. അതിനനുസരിച്ചിട്ട് ബോഡിയിലുള്ള പല പാർട്ടിലെ മൂവ്മെന്റ്സ് ഒക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇന്റേണൽ മൂവ്മെന്റ്സും ഉണ്ടാകും, അതേപോലെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ചെറിയ ചെറിയ ഫീലിംഗ്സും ഉണ്ടാകും. നമുക്ക് അപ്പോൾ ഉണ്ടാകുന്ന സെക്ഷൽ ഫീലിംഗ്സിനെ അഡ്രസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ബ്രീത്തിങ് ഫോക്കസ് ചെയ്യുക. ഓരോ പാർട്ടിലും ഉണ്ടാകുന്ന ടെൻഷനെയൊക്കെ റിലീസ് ചെയ്യാനായിട്ട് പറ്റും. അത് റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫീലിംഗ്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കൺട്രോളിലേക്ക് വരും.